ഭാരതം യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ചരിത്രപരമെന്ന് സാമ്പത്തിക വിദഗ്ധർ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരാർ പുതിയ ഉണർവ് നൽകുമെന്ന് ഡോക്ടർ മേരി ജോർജ്. കാർഷിക മേഖല ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മേരി ജോർജ് പറഞ്ഞു. പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ യാഥാർത്ഥ്യമായ സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരം. വ്യാവസായിക കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സമസ്ത മേഖലകൾക്കും ഉണർവ് നൽകുന്നതാണ് ഉഭയകക്ഷി കരാർ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഫ്രീ ഓഫ് താരിഫാണ്. അതായത് ചുങ്കമില്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പന്നങ്ങൾ ചുങ്കമില്ലാതെ കയറ്റി അയക്കാമെന്നത് കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യും. സമുദ്രോൽപ്പന്ന മേഖലയ്ക്ക് അടക്കം കരാർ ഉണർവ് നൽകും. സ്വർണ്ണ വജ്ര മേഖലയിൽ വൻ ഉണർവുണ്ടാകും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇത്രയും ഇങ്ങോട്ട് ഇറക്കുമതി, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് ഇന്ത്യയിലേക്ക് വരുത്താൻ ഫ്രീ ആയിട്ട് കിട്ടും, താരിഫ് ഫ്രീ ആയിട്ട്. പക്ഷെ അതിവിടെ പറ്റില്ലാത്തതിന്റെ കാരണം ഈ 48% പേര്. അതുപോലെ നമ്മൾ ഭക്ഷ്യ സുരക്ഷയിലാണ്. അപ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതൊക്കെ കണക്കിലെടുത്ത് അപ്പോൾ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രേഡ് പാക്റ്റ് നമ്മളൊക്കെ അംഗീകരിക്കാവുന്ന ആശ്വാസകരമായ ഒരു ട്രേഡ് പാക്റ്റാണ്. ഒരു പക്ഷേ 18-19 ട്രേഡ് പാക്ട്സ് ഇതിനകം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും നല്ലതും സ്വാഗതാർഹവുമായ ട്രേഡ് പാക്റ്റാണ് ഇത് എന്ന് പറയാതെ നിവൃത്തിയില്ല. വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയ്ക്കും കരാർ ഏറെ ഗുണപ്രദമാണെന്നും സ്വാഗതാർഹമായ തീരുമാനമെന്നും ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.